വിഷ്ണു അജുമല്ലേ എങ്ങനെയുണ്ട്? കോമഡി ഒക്കെ വർക്കൗട്ടായി, ഫുള്ള് ചിരിയായിരുന്നു. ഗംഭീരായിട്ടുണ്ട്. ആ പിന്നെ നിവിൻ ചേട്ടൻ ചിരിച്ച ഹിറ്റല്ലേ? ഈ വഴി നല്ല എന്റർടൈനറാണ്. എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഈ ബദ്ലേമിന് പൊതുവെ പ്രൊമോഷൻസ് കുറവായിരുന്നു. ഓഡിയൻസ് സ്വീകരിക്കും എന്നുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് അതിന് കാരണം? അല്ല, അത് കിട്ടത്തില്ല. അവിടെ കിട്ടത്തില്ല, ദൂരെ പോയ സൗണ്ട് കിട്ടത്തില്ല. പടം കഴിഞ്ഞു, അടിപൊളി പടം, രക്ഷയില്ല, നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്? ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടു എന്നതിൽ ഭയങ്കര ഹാപ്പി. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക, ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട്. നിവിൻ ചേട്ടനായിട്ട് ഒരു കോമ്പോ ആദ്യമായിട്ടാണല്ലോ? ആദ്യമായിട്ടല്ല, അല്ല അങ്ങനെയല്ല, ഇത്ര അപ്പം തിയേറ്ററിൽ കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? മലയാളികൾക്ക് പുതിയൊരു കോമ്പോനെ കിട്ടിയിരിക്കുന്നു. ശ്യാംബ്രോ ഭയങ്കര ഫാമിലി എന്റർടൈനർ പരിപാടിയാണ്. ഭയങ്കര ഇമോഷണൽ ആയുള്ള പടം. അതെയോ? തിയേറ്ററിൽ മൊത്തത്തിൽ എല്ലാവരും ചിരിപ്പിക്കും, ഇമോഷണൽ ആക്കലൊക്കെ ആയിരുന്നു. അപ്പൊ എന്തായാലും ഹാപ്പി ആണോ? എന്തോന്നു എങ്ങനെയുണ്ടായിരുന്നു പ്രഷർ? ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. എല്ലാവരും കോമഡി പരിപാടികളൊക്കെ ചിരിക്കുകയും ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ. അപ്പം അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. എന്താ ചെയ്തത്? നിങ്ങളുടെ ആ കോമ്പോ അടിപൊളിയായിരുന്നു. അത് ഓൾ ക്രെഡിറ്റ്സ് ടു ഗിരീഷ് ചേട്ടൻ. ഇനി കാണാനുള്ള ഓഡിയൻസിനോട് എന്താ പറയാ? തീർച്ചയായിട്ടും തിയേറ്ററിൽ പടം തന്നെയാണ്. അപ്പം നിങ്ങളെല്ലാവരും പറ്റുന്ന പോലെ പകുതിയൊക്കെ ആണല്ലോ. അപ്പോൾ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്നൊരു അടിപൊളി പടമായിരുന്നു. നിങ്ങൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിൽക്കോ പ്ലീസ്. വണ്ടി ഫ്രണ്ട്സിനോടൊക്കെ പടം കാണാൻ പറഞ്ഞില്ല. നെസ്ലിയും അവരൊക്കെ എല്ലാവരും കാണും. എന്നെ വിളിച്ചിട്ടുണ്ടായി കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇന്നെ കാണുമായിരിക്കും. ഇവിടെ ഇല്ല പടം കാണുമായിരിക്കും.
അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾ കണ്ടിട്ട് പറയും, അല്ലെ നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ബാക്കിയുള്ളവർ കണ്ടിട്ട് പറയട്ടെ. അയ്യപ്പ. ഓക്കെ, എല്ലാവർക്കും ഒരുപാട് സന്തോഷം. നല്ലതായിട്ട് തന്നെ പടം വന്നിട്ടുണ്ടെന്ന് വിചാരിക്കണം. നിവിൻ മമിത കോമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് അല്ലേ എല്ലാവർക്കും വർക്കാവും. അതെ അതെ, തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യുന്നത്. അതിൻ്റെ പഴയ റൊമാൻസ് ഒക്കെ കണ്ടപ്പോൾ വിജയന്റെ റൊമാൻസിനെ കുറിച്ച് ബ്യൂട്ടിഫുൾ. നമ്മൾ ലാസ്റ്റത്തേക്ക് കുറച്ച് ലൈക്ക് ഇമോഷണൽ കൂടെ ആവുന്നുണ്ട്. അവരുടെ ലവും ബ്രേക്കപ്പും ഒക്കെ നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഓണം തൂക്കിയില്ലേ? എന്തോ ഓണം തൂക്കിന്ന് പറയാം. അറിഞ്ഞൂടാ, അത് ഓഡിയൻസ് ഡിസൈഡ് ചെയ്യണം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത് തന്നെ നമ്മളൊരു സമയത്ത് ആഗ്രഹിച്ച് നടന്നിരുന്ന ഒരു ഇതായിരുന്നു. യൂട്യൂബൊക്കെ ചെയ്ത് കാണുന്ന സമയത്ത് ഗിരീഷിൻ്റെ പടത്തിലൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ പടത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇനിയും കളിക്കട്ടെ ചെയ്യാൻ പറ്റിയ ബ്രദർ കോമ്പോ കുടുംബം. അതിലെ കുടുംബമല്ല, വേറൊരു കുടുംബം. സോഷ്യൽ മീഡിയ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എന്നാലും ഇതിൽ ഭയങ്കര ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ തണ്ണിർമത്തിന് ശേഷമല്ലേ ഗിരീഷ് ഷെഡിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്? സൂപ്പർ ഷെഡിൻ്റെ. അപ്പോൾ ഇപ്പോൾ ഇതിൽ ആ സംഗീതിൻ്റെ കോമ്പോ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അടിപൊളി. ഞാൻ ഓണം ഫെസ്റ്റിവൽ സീസണാണ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഉറപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചിരിയുടെയൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ സീൻ ഇത്രയും ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഓക്കെ, താങ്ക് യു. അതല്ല, അവിടെ തട്ടിയിട്ടേ അപ്പോൾ ഹാപ്പി ആണോ?